കാണുകയാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഹൈറിച്ച് എന്ന ഈ പ്രസ്ഥാനം തൃശ്ശൂര് കണിമംഗലത്ത് സ്റ്റാർട്ട് ചെയ്ത വെറുമൊരു ടെക്സ്റ്റൈൽസ് ബിസിനസ് ആയിട്ട് 75 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിച്ച് ഏകദേശം 18ഓളം സംസ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടാതെ നമ്മള് മൾട്ടി ലാറ്ററലും ആകുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മള് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഏതൊരു കമ്പനിയെ കുറിച്ച് പറയുമ്പോഴും കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് കമ്പനിയുടെ പ്ലാന് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ തന്നെ പല കമ്പനികളെയും നമുക്ക് താരതമ്യം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഏത് കമ്പനിയിൽ വേണം, ഏത് കമ്പനിയോട് അസോസിയേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗഹനമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ പ്ലാനും അതേപോലെ മറ്റു പല കമ്പനികളുടെ പ്ലാനും ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതിന് വളരെ ആധികാരികമായിട്ട് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ നമുക്ക് മനസ്സിലാക്കി തരാനും മറ്റ് കമ്പനികളുടെ പ്ലാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ യുണീക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കി തരാനും കഴിവുള്ള നമ്മുടെ കമ്പനിയുടെ പേൾ റാങ്ക് അച്ചീവറും നാഷണൽ പ്രൊമോട്ടറും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരു നാഷണൽ പ്രൊമോട്ടറും കൂടി ഉള്ള ഇരിട്ടി സ്വദേശിയായ അതേപോലെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറും ഒരു കോളേജിന്റെ ഓണറുമായ ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ആധികാരികമായിട്ട് കമ്പനിയെ കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. നമ്മുടെ കമ്പനിയിൽ ഉള്ള ലീഡേഴ്സിൽ തന്നെ കമ്പനിയെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുക, കമ്പനിയെ നമുക്ക് പറഞ്ഞു തരിക, നമ്മൾക്ക് പരിചയപ്പെടുത്തുക, അതിന് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ തികച്ചും ഭാഗ്യവാന്മാരാണ് ഈ സമയത്ത് അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ജിനിൽ ജോസഫ് എന്നാണ്. അപ്പോൾ ഞാന് ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സമയത്ത് ഞാന് വിത്ത് പ്രൗഡ് ആൻഡ് ഇമ്മൻസ് പ്ലഷർ let me invite Mr. Jinil Joseph. Thank you. Yes, sir. Jinil, sir. Thank you so much. Thank and you. God Thank bless everybody today. This hour is going to be a blessed hour for everybody's family life and personal life. എല്ലാ ദൈവാനുഗ്രഹങ്ങളോടും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ മുഖങ്ങളും എനിക്ക് പരിചയമാണ്. കാരണം ഞാൻ 2 ഡിവൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കാണാൻ സാധിക്കും. വിദ്യാ മാഡത്തിനെ കാണാം, ശാന്ത മാഡത്തിനെ കാണാം, അജിത മാഡത്തിനെ കാണാം, ദിനേന്ദ്ര സാറിനെ കാണാം ചെന്നൈയിൽ നിന്ന്, അങ്ങനെ വിജയലക്ഷ്മി മാഡം, അൻവർ സാറ്, ജേക്കബ് മാറ്റ്, എവ്രിബഡി. യാ, ഹാറ്റ്സ് ഓഫ് യു എവ്രിബഡി. നിങ്ങൾ ഈ ഒരു സെഷനെ വളരെ വാല്യുബിൾ ആയിട്ട് കാണുന്നതിന് ആദ്യമേ തന്നെ ഐ എം ഹാറ്റ്സ് ഓഫ് യു ടു ഓൾ. Very good. It's a time that we are starting a wonderful section
ഒരു അടിപൊളി സെഷനുമായിട്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നെ വളരെ നന്നായി സ്റ്റീഫൻ സാറ് നിങ്ങൾക്ക് അറിയാം, മറ്റു പലർക്കും അറിയാം, അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്നും റിട്ടയർഡ് HM ആണ്. പക്ഷെ മനസ്സുകൊണ്ട് ഇന്ന് 18 വയസ്സാണ് എന്ന് പറഞ്ഞ് എന്നോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന യുവ സംരംഭകന്റെ ഇൻട്രൊഡക്ഷനോട് കൂടി ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. താങ്ക് യു സ്റ്റീഫൻ സാർ. കൃത്യം 60 മിനിറ്റ് ആണ്. സ്റ്റീഫൻ സാറിന് ഞാൻ ടൈമർ ഏൽപ്പിക്കുന്നു. കാരണം 7:45 അടുത്തൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് സ്റ്റീഫൻ സാർ എനിക്ക് 7:35 ഒരു റിമൈൻഡർ തരിക. 7:40 വീണ്ടും ഞാൻ മൈക്ക് തിരിച്ചു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു സർപ്രൈസിങ് ഗിഫ്റ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ അംഗത്വം എടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ദിവസങ്ങളായിരുന്നു ഈ ആഴ്ചയിൽ കടന്നുപോയത്. സ്റ്റീഫൻ സാർ അതിന്റെ ഇടയിൽ പരാമർശിച്ചു. ഒരു പക്ഷേ അതിന്റെ ഒരു വിശദീകരണം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. സാറേ വോളിയം കുറവാണെന്ന് പറയണ്ടല്ലോ. സ്റ്റീഫൻ സാർ, ഈസ് മൈ വോളിയം ക്ലിയർ? സംഭവ എന്തെങ്കിലും കുറവുണ്ടോ? ചെറിയൊരു കുറവ് പോലെ തോന്നുന്നുണ്ട്, കാര്യമായിട്ടില്ല. Let me see. 1 minute. ഇപ്പോളോ? ഓക്കെ. Perfect. Great. അത് മറ്റൊന്നുമല്ല, നമുക്ക് ലോകത്തിലെ ഏത് കറൻസിയും ഇനി മുതൽ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഗേറ്റ് വേയിലൂടെ സ്വീകരിക്കും. അത് ദിനാർ ആകട്ടെ, യെൻ ആയിരിക്കട്ടെ, ഓക്കെ, സ്വിറ്റ്സർലൻഡ് ആയിരിക്കട്ടെ, പോളണ്ട് ആയിക്കോട്ടെ, അമേരിക്കൻ ഡോളർ ആയിക്കോട്ടെ, കനേഡിയൻ ഡോളർ ആകട്ടെ, ഏത് പൗരന്മാരും ഇനി ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ US ഡോളർ അയച്ചോട്ടെ. ഇതാണ് മൾട്ടി ലാറ്ററൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആഴ്ചകൾക്ക് മുൻപ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒരു മൾട്ടി ലാറ്ററൽ കമ്പനിയാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന്റെ പൂർത്തീകരണം നടന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്. ദാറ്റ് മീൻസ് ഒരു അറബിക്ക്, ഒരു കുവൈറ്റിക്ക് പോലും ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ വളരെ ട്രാൻസ്പാരന്റ് ആയി അവരവരുടെ കറൻസി നമ്മളുടെ ഗേറ്റ് വേ പേയ്മെന്റിലൂടെ ഹൈ റിച്ചിന്റെ സോഫ്റ്റ്വെയർ സ്വീകരിക്കും. സാർ, സൗണ്ട് ലേശം കുറവുണ്ടെന്ന് കൂട്ടാൻ പറ്റുമോ? എനി ചാൻസ്? 1 minute please. Just 1 minute. Give me a second. 1 second please. Sound better ആയോ? ഓക്കെ. പെർഫെക്റ്റ് ആണോ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ്. അതോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഹാപ്പി ന്യൂസ് ആണ്. മൾട്ടിലാറ്ററലായി ഒരു കമ്പനി മൾട്ടിലാറ്ററലായി കഴിഞ്ഞാൽ സുരക്ഷിതമാണ്. ധൈര്യത്തോടെ ഒരാശങ്കയുമില്ലാതെ നിങ്ങൾക്ക് ഏത് ഇന്ത്യൻ പൗരനോടും എത്ര കോടി രൂപ വേണമെങ്കിലും ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിക്ഷേപിക്കാൻ ചങ്കൂറ്റത്തോടെ പറയാം. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറക്റ്റ് മോണിറ്ററിംഗിൽ ഒരു സ്പെഷ്യൽ അക്കൗണ്ട് ആണ് ഈ ഗേറ്റ് വേ പേയ്മെന്റിന് വേണ്ടി ഹൈ റിച്ച് യൂസ് ചെയ്യും. അതിന്റെ സാങ്ഷൻ തരുന്നത് RBI തന്നെയാണ്. So it is such a valid company today. Thank you. It's a time that we are starting. കുറച്ച് ഇംഗ്ലീഷ് പദങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതിന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി മുതൽ സ്ക്രീൻ ഷെയറിംഗിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകും. നോട്ട്ബുക്കും പേനയും നിർബന്ധമാണ്. ഓക്കെ, നോട്ട്ബുക്കും പേനയും നിർബന്ധമാണ്. കാരണം നിരവധി ഇൻഫർമേഷൻ കിട്ടും. ദ പ്രിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. വെരി ഗുഡ് പ്രിൻസ്, താങ്ക് യു, വെരി ഗുഡ്. ബിക്കോസ് ഒത്തിരി ലോഡഡ് ഇൻഫർമേഷൻ ആണ് വരാൻ പോകുന്നത്. നമ്പർ 1, എന്താണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്? ഞാൻ ജസ്റ്റ് ചോദിക്കുക, എന്താണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്? 1, 2, 3, 4. നിങ്ങൾക്ക് സ്വയം മനസ്സിനോട് പറയാൻ വേണ്ടി പറ്റുമോ?
നിങ്ങളോട് അൻവർ സാദിഖ് സാറിനോട് ഒരു ക്ലയന്റ് ചോദിക്കുകയാണ്, അൻവർ എന്താ ഹൈറിച്ച് എന്ന് ചോദിച്ചാൽ ഒറ്റ സെന്റൻസിൽ അൻവർ സാർ എന്ത് ഉത്തരം പറയും? നമുക്കൊന്ന് നോക്കാം അല്ലെ? യെസ്, ഇതാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. എന്താണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്? പ്രബിത മാഡം, എന്താണ് ഹൈറിച്ച് ഓൺലൈൻ? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു മൾട്ടി ലെവലാണ്. 1 കിലോഗ്രാം അരി പ്രിൻസ് റെഫർ ചെയ്ത ഒരു കസ്റ്റമർ മേടിച്ചു കഴിഞ്ഞാൽ മാറ്റിവെക്കപ്പെടുന്ന 1 രൂപ പല തട്ടുകളായി 18 കുടുംബങ്ങളിലേക്ക് ചെല്ലും. മൾട്ടി ലെവൽ. സെയിൽസ് ഇൻസെന്റീവിനെ 18 തട്ടുകളായി കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ മൾട്ടി ലെവൽ എന്ന വാക്ക് യൂസ്. മൾട്ടി വെൻഡർ. വെറും ഈ മാസം 31-ാം തീയതിയോട് കൂടി ഹൈറിച്ചിന്റെ മൾട്ടി വെൻഡർ ഓപ്പൺ ആവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഏത് ഇന്ത്യൻ പൗരനും ഇലക്ട്രോണിക്സോ ടെക്സ്റ്റൈൽസോ ഓൾ ഓവർ ഇന്ത്യയിൽ ഓഗസ്റ്റ് 1-ാം തീയതിയോടുകൂടി സ്വന്തം അപ്ലോഡ് ചെയ്ത് വിലയിടാൻ പറ്റുന്ന ഒരു അവകാശം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഈ മാസം 31-ാം തീയതിയോടുകൂടി സൈറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. മൾട്ടി വെൻഡർ. ഇന്ന് മോണോ വെൻഡർ ആണ്. ഹൈറിച്ച് ആണ് നിങ്ങൾക്ക് സാധനങ്ങൾ തരുന്നത്. മൾട്ടി വെൻഡർ ആണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാം ബെഡ്ഷീറ്റ്, പവർ ബാങ്ക്, അതെല്ലാം മൾട്ടി വെൻഡേഴ്സിൻ്റെതാണ്. എന്നാൽ റീപർച്ചേസ് സെഗ്മെന്റിൽ ആമസോണിലെ പോലെ തന്നെ ടെക്സ്റ്റൈൽസും ഇലക്ട്രോണിക്സും മൊബൈൽ ഫോണും വരാൻ പോകും. ഫ്രം ഓഗസ്റ്റ് മാസം മുതൽ അതിന് ലാസ്റ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് തരേണ്ട അവസാന തീയതി ഈ മാസം 30-ാം തീയതിയാണ്. ക്ലിയർ? യെസ്, അതാണ് ആ ഒരു ഇൻഫർമേഷൻ. അടുത്തത് നെക്സ്റ്റ് എന്താണ്? മെർക്കൻഡൈൽ കമ്പനിയാണ്. നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾ കാണുന്നു എന്താണ് മെർക്കൻഡൈൽ എന്ന പിക്ചർ അവിടെ ക്ലിയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ആ ഭാഗത്തേക്ക് മാറുന്നില്ല. മൾട്ടി ലാറ്ററൽ ആണ്. ലോകത്തിലെ ഏത് കറൻസിയും ഇനി മുതൽ ഹൈറിച്ചിന്റെ ഗേറ്റ് വേ പേയ്മെന്റോട് കൂടി സ്വീകരിക്കാം. ലോകത്തിലെ ഏത് പൗരന്മാർക്കും അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനോ ഹൈറിച്ചിൽ FIP ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനോ ഒരു ഇന്ത്യൻ പൗരനെ പോലെയുള്ള എല്ലാ അവകാശവും ഹൈറിച്ച് ഇനി മുതൽ മറ്റുള്ള പൗരന്മാർക്ക് നൽകും. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇതൊരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. 2019 മുതൽ ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. ഇതൊരു ബാങ്കിങ് കമ്പനിയായി മാറിയിട്ടില്ല കേട്ടോ. അതിന്റെ പ്രഥമ പ്രകടനമായിട്ടാണ് നമുക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയും നമുക്കറിയാം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഗുഡ് വിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നിധി ലിമിറ്റഡ് രജിസ്റ്റേർഡ് കമ്പനിയായിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 14 ജില്ലകളിലും ഓഫീസുകൾ ഓപ്പൺ ചെയ്ത് ഈസ് ഓഫ് മൈക്രോ ബാങ്കിങ് സിസ്റ്റം പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി പോകും. ഇതൊരു നെറ്റ്വർക്ക് കമ്പനിയാണോ രജി സാറേ? നിങ്ങൾ ആക്ച്വലി ഈ വിജയ് സാറും അതുപോലെ തന്നെ ഹക്കീം സാറും ബൈജൂസ് കാലിക്കറ്റ് ഒക്കെ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളോട് പരിചയപ്പെടുത്തിയ ആളുടെ പരിമിതി കൊണ്ടാണ് ഇതൊരു നെറ്റ്വർക്ക് കമ്പനിയാണെന്ന് പറഞ്ഞത്. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി ലെവൽ കോർപ്പറേറ്റ് കമ്പനി. സച്ച് എ നൈസ് ഇൻഫർമേഷൻ. പഠിക്കുക ഈ കമ്പനിയെ കുറിച്ച്, എന്നിട്ട് ആധികാരികമായിട്ട് ലോകത്തിനോട് വിളിച്ചു പറയുക എന്താണ് ഹൈറിച്ച് ഓൺലൈൻ. ഇനി നമുക്ക് നോക്കാം കമ്പാരിറ്റീവ് സ്റ്റഡിയിലോട്. വാട്ട് മേക്സ് ഹൈറിച്ച് യൂണിക്? സ്റ്റീഫൻ സാർ പറഞ്ഞു ഹൈറിച്ചിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമുക്കൊന്ന് നോക്കാം.
all MLM companies come up with their own branded commodities. മനസ്സിലാക്കിയെടുക്കുക. നിരവധി കമ്പനികൾ നിരത്തിലുണ്ട്, മാർക്കറ്റിലുണ്ട്. 1992 ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു MLM കമ്പനി ലീഗലായിട്ട് ഇന്ത്യയിൽ കടന്നു. പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള മാർക്കറ്റായിട്ട് മാത്രമാണ് ഇതിനെ, ഒരു വിപണിയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അമേരിക്കയിലെ മിഷിഗണിലെ 1959 സ്റ്റാർട്ട് ചെയ്ത കമ്പനി യൂറോപ്യൻ സംസ്കാരം നമ്മുടെ റേഷൻ അരി തിന്നുന്ന സാധാരണക്കാരായ ദരിദ്ര രാജ്യമായ പെർ ക്യാപിറ്റ ഇൻകത്തിൽ പോവുകയാണെങ്കിൽ വെറും 12 രൂപയാണ് ഒരു ദിവസത്തെ ഒരു ഇന്ത്യൻ പൗരന്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. ഈ രാജ്യത്തിലേക്ക് വിദേശ രാജ്യങ്ങളിലെ യൂറോപ്പിൽ ഭക്ഷിക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സ് ക്ലിയർ ആവുന്നില്ല. ശബ്ദം ക്ലിയർ ആണ്? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാറേ. ഓക്കെ, പ്രശ്നമായിരിക്കാം. ഓക്കെ സാർ, ഒരു ഇന്ത്യൻ പൗരന്റെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? ഇന്ത്യൻ ഭരണകർത്താക്കൾ പറയുന്നു 12 രൂപ കൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ ഒരു ദിവസം ജീവിക്കാം. ഇതാണ് പെർ ക്യാപിറ്റ ഇൻകം. അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇവിടെയാണ് 4019 രൂപയുള്ള സോയാ പ്രോട്ടീന്റെ ബോട്ടിൽ ഒരു MLM കമ്പനിയിൽ കയറ്റി നമ്മളെ കൊണ്ട് വിൽപ്പിക്കുന്നു. ഈ സെയിം സാധനം നിങ്ങളുടെ തൊട്ടടുത്ത ഫാർമസി പോയി ചോദിക്ക്, സോയാ പ്രോട്ടീന്റെ കോസ്റ്റ് എത്രയാന്ന്? വെറും 325 രൂപ. ഇതാണ് കമ്പാരിറ്റീവ് സ്റ്റഡി. പലപ്പോഴും ഡയറക്റ്റ് മാർക്കറ്റിംഗിലുള്ള കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സ് പറയും, ഹൈറിറ്റ്സിന് പ്രോഡക്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് സ്റ്റെബിലിറ്റി ഇല്ല. എന്നാൽ ഞാൻ തിരിച്ചു പറയട്ടെ, ഈ 350 450 രൂപയും വിലയുള്ള സോയാ പ്രോട്ടീൻ ആകട്ടെ, വൈറ്റമിൻസ് ആകട്ടെ, മിനറൽസ് ആകട്ടെ, മനുഷ്യന് അത്യാവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ 2000 3000 4000 രൂപയിൽ നിർബന്ധിച്ച് തീറ്റുന്ന പരിപാടിയല്ലേ ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ അനുവർത്തിച്ചു വരും. നമുക്ക് സ്വന്തമായി പ്രോഡക്റ്റ് ഇല്ല എന്നുള്ളത് തന്നെ അഭിമാനിക്കാൻ പറ്റും. എന്താണ് ഹൈറിച്ച് എന്ന് ഞാൻ ഇനി പറഞ്ഞു വരുന്നു. ഓക്കെ, ലെറ്റ് us see. Unfortunately, നിർഭാഗ്യവശാൽ people in India do not like to make hardcore changes in their lifestyle. ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്, അവരുടെ ഭക്ഷണക്രമത്തിൽ കയറി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. നോർത്ത് ഇന്ത്യയിൽ പോയി നിങ്ങൾ ഇനി മുതൽ പൊട്ടറ്റോ കഴിക്കേണ്ട, സോയാ പ്രോട്ടീൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം റിസൾട്ട് തരുമെന്നത് ചോദിച്ചറിയേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ കടലക്കറിയും അപ്പവും കഴിച്ച് ശീലിച്ചവരാണെങ്കിൽ, പുട്ടും കടലക്കറിയും ശീലിച്ചവരാണെങ്കിൽ നമ്മളോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ നാച്ചുറൽ ബി കഴിച്ചാൽ മതി. ഫുഡ് സപ്ലിമെന്റ് ഒരു ബോട്ടിലാ. ഇതിന് ചെറിയൊരു തുകയുള്ളൂ, 4250 രൂപ. 28 ദിവസം ഒരു കുടുംബത്തിന് കഴിക്കാൻ പറ്റും. ക്ലിയർ? ഇതല്ലേ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലീ മെറിഡിയനിലും ലുലുവിലും പോയിട്ട് നല്ല ബ്രെയിൻ വാഷിംഗ് നടന്നാൽ നിങ്ങളും ഞാനും അത് സുന്ദരമായിട്ട് വിൽക്കും. These companies try hard to sell their goods. ഇവർ ഇന്ത്യയെ ഒരു വിപണിയായിട്ട് മാത്രം കാണുന്നു. ഇതാണ് ഹൈറിച്ചിന്റെ പ്രത്യേകത. People love their own brands. ആൾക്കാർക്ക് നിർമ്മലും പവിഴവും നിറപറയും ഈസ്റ്റേണും കോൾഗേറ്റും ഹോർലിക്സും ഇത് മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. ഇവയിൽ ചില ന്യൂനതകൾ ഉണ്ടാകാം. പലപ്പോഴും പത്രങ്ങളിൽ ഇവയിൽ പല ബ്രാൻഡുകളുടെ മല്ലിപ്പൊടിയിലും മുളക് പൊടിയിലും വിഷാംശമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ടാകാം. എങ്കിലും നിങ്ങൾ ചിന്തിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ആ ബ്രാൻഡ് തന്നെ മേടിച്ച് കഴിക്കുന്നു. പഞ്ചസാരയെ വെളുത്ത വിഷം എന്ന് നമ്മൾ വിളിക്കുന്നു. ഇത്തരത്തിലുള്ള കമ്പനികൾ പഞ്ചസാര നമ്മുടെ അടുക്കളയിൽ നിന്ന് മാറ്റാൻ എത്രയോ കാലമായി പരിശ്രമിച്ചു. പക്ഷേ പറ്റിയോ? നമ്മൾ ഇന്നും ഹോട്ടലിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും പഞ്ചസാര ഉപയോഗിക്കുന്ന ശീലം മാറ്റാൻ ഇത്തരം കമ്പനികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
വെറും 1% താഴെ ആൾക്കാരാണ് ഇന്ത്യയിൽ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുന്നത്. അടുത്തത്, അപ്പോൾ എന്താണ് ഹൈറിച്ചിന്റെ പ്രൊഡക്റ്റ്? ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന സാധാരണക്കാരന് ആവശ്യമുള്ള സാധനങ്ങൾ അതിനെക്കാട്ടും വിലക്കുറവിൽ അവന്റെ വീട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് എത്തിക്കുന്നു. പീപ്പിൾ ലവ് ദെയർ ഓൺ ബ്രാൻഡ്സ്. ഇത് മനസ്സിലാക്കിയത്. ഹൈറിച്ച് ഒരു ബ്രോക്കർ മാത്രമാണ്. ആമസോൺ പോലെ ഹൈറിച്ച് ഒരു ബ്രോക്കർ കമ്പനിയാണ്. ഹൈറിച്ചിന് സ്വന്തമായിട്ട് ഒന്നുമില്ല. There is nothing as their own for High-Rich. What makes High-Rich unique? The vital selling part of this company is its products. Yes, നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗിലാണോ? അല്ല, തെറ്റിദ്ധരിക്കരുത്. അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നു. പലർക്കും അറിയത്തില്ല ഹൈറിച്ച് ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണോ എന്ന് ചോദിച്ചാൽ ആണോ? രജിസാർ എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ പലർക്കും അറിയത്തില്ലാത്ത 3 പദങ്ങളുണ്ട്. അതിന്റെ കൺഫ്യൂഷൻ നമുക്ക് ഇന്ന് മാറ്റാം. 1 നെറ്റ്വർക്ക് കമ്പനി, 2 MLM, 3 ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇന്ന് പഠിക്കും. ക്ലിയർ? ഈ ക്ലാസിന്റെ ഏറ്റവും അവസാനമാകുമ്പോൾ എന്താണ് നെറ്റ്വർക്ക് കമ്പനി, എന്താണ് MLM, എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി, എന്താണ് മെർക്കൻഡൈൽ കമ്പനി, ഇത് നമുക്കൊന്ന് പഠിക്കണം അല്ലെ? യെസ്. അപ്പോൾ നമ്മൾ നോക്കുവാണ്. ലെറ്റ് us compare. ഹൈറിച്ചിനും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം തരുന്നത് അതിന്റെ റീപർച്ചേസ് ഇൻകം പ്ലാൻ തന്നെയാണ്. എല്ലാ MLM കമ്പനികൾക്കും ഒരു പരിധിവരെ ലീഗൽ ആയിട്ടുള്ള കമ്പനികളെല്ലാം റീപർച്ചേസിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഹൈറിച്ചും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഹൈറിച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ചിന്തിച്ചു നോക്കിയേ. അവന്റെ വീട്ടിൽ ഇത്രയും നാള് മേടിച്ച പവിഴം റൈസ് 2 രൂപ വിലക്കുറവിലോ 1.25 രൂപ വിലക്കുറവിലോ അവന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതല്ലേ ഹൈറിച്ചിന്റെ പ്രത്യേകത? വില കൂട്ടി അല്ല, വില കുറച്ചാണ് തരുന്നത്. ഈ ഹൈറിച്ച് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി. ഇനി ഹൈറിച്ച് ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണോ നമുക്കൊന്ന് വിശദമായിട്ട് പഠിച്ചു നോക്കാം. ഞാൻ അതേ കാര്യം സ്റ്റീഫൻ സാറിനോട് ചോദിക്കുന്നു. സാറ് മൈക്ക് ഓപ്പൺ ആണ്. യെസ്. അവിടെ 2ാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായാൽ 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടും. എന്താണ്? വാട്ട് ഈസ് ദ ക്രൈറ്റീരിയൻ ഫോർ എ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി സ്റ്റീഫൻ സാർ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ എന്നറിയാൻ ഒരു നിബന്ധനയുണ്ട്. ഗവൺമെന്റ് മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു നിബന്ധനയുണ്ട്. അതെന്താ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനീസിന് അവർക്ക് അവരുടേതായ പ്രോഡക്റ്റുകൾ അവര് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം. യെസ്, അതാണ് ശരി. ഇത്രയേ ഉള്ളൂ സ്റ്റീഫൻ സാർ. അവരുടെ ബ്രാൻഡിൽ ഒരു പ്രോഡക്റ്റ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണമെന്ന്. ഓക്കെ. കൂടാതെ അതിന്റെ വില നിശ്ചയിക്കുന്നതും അവർ തന്നെ ആയിരിക്കണം. ഇങ്ങനെ 2ാമത്തെ ക്ലോസും കൂടി. ഫൈൻ. 2 ഘടകങ്ങളെ സംയോജിപ്പിച്ച് മാത്രമേ അതിനെ വായിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, ആ കമ്പനിക്ക് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റിനെ അവരുടെ ബ്രാൻഡിൽ ലേബൽ ചെയ്ത് പ്രൈസ് സെറ്റ് ചെയ്ത് പുറത്തിറക്കും. 1. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴുള്ള ചോദ്യമുണ്ട്. എന്തറിയോ? ഹൈറിച്ചിന്റെ പയറിന്റെ വില ഹൈറിച്ച് അല്ലേ ഇടുന്നത്? ഹൈറിച്ചിന്റെ പരിപ്പിന്റെ വില ഹൈറിച്ച് അല്ലേ ഇടുന്നത്? ആണോ അൻവർ സാറേ? ചെറുപയറിന്റെ വിലയും പരിപ്പിന്റെ വിലയും തുകര പരിപ്പിന്റെ വിലയും ഇടുന്നത് മാർക്കറ്റാണ്. അതിന്റെ MRP ഇടുന്നത് മാർക്കറ്റാണ്, പൊതു മാർക്കറ്റാണ്. പത്രങ്ങളിൽ അത് എല്ലാ ദിവസവും അച്ചടിച്ചു വരുന്നു. ഹൈറിച്ച് അല്ല ചെറുപയറിന്റെ വൻപയറിന്റെ കടലയുടെ വില നിർണ്ണയിക്കുന്നത്. അത് ഓപ്പൺ മാർക്കറ്റാണ്. ഹൈറിച്ച്
ഇത്തരം ധാന്യങ്ങളെ ഒരു പാക്കിംഗ് ചെയ്ത് അതിന്റെ വിലയുള്ള ഒരു ബാർകോഡ് സ്റ്റിക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് അതൊരു വെളുത്ത പ്ലാസ്റ്റിക് കവറിൽ മാത്രം നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ ഈസ്റ്റേണിന്റെ മല്ലിപ്പൊടി പോലെ വളരെ കളർഫുൾ ആയ പാക്കേജ് ഉണ്ടായി. സോ ഹൈറിച്ച് ഈസ് നോട്ട് എ ഇൻഡു ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഹൈറിച്ച് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഇല്ല. ഹൈറിച്ച് ഈസ് എ ബ്രോക്കർ കമ്പനി. ഹൈറിച്ച് ഒരു ബ്രോക്കറാണ്. ആമസോൺ പോലെ ഒരു ബ്രോക്കർ കമ്പനി ആയിട്ടാണ് ഹൈറിച്ചിനെ കാണാൻ പറ്റുള്ളൂ. ഈസ്റ്റേണിന്റെയും കോൾഗേറ്റിന്റെയും ഹിന്ദുസ്ഥാൻ ലിവറിന്റെയും ITCയുടെയും ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്രോക്കർ. ഹൈറിച്ച് ഈസ് എ ബ്രോക്കർ ഹാവിംഗ് നോ പ്രോഡക്ട്സ് ഓഫ് ഇറ്റ്സ് ഓൺ. ഹൈറിച്ചിന് സ്വന്തമായിട്ട് ഒരു ഉൽപ്പന്നവും. നമ്പർ 1, വി സെൽ കസ്റ്റമേഴ്സ് ചോയ്സ്. ഹൈറിച്ചിന്റെ പ്രത്യേകത, ഹൈറിച്ചും MLM കമ്പനികളും തമ്മിലുള്ള വ്യത്യസ്തതകൾ നമ്മൾ പഠിക്കാൻ. 1, ഹൈറിച്ച് ഒരു ബ്രോക്കർ കമ്പനിയാണ്. വി സെൽ കസ്റ്റമേഴ്സ് ചോയ്സ്. കസ്റ്റമേഴ്സിന് ചന്ദ്രിക സോപ്പിൽ കുളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് കൊടുത്ത് 42 രൂപയ്ക്ക് സോപ്പ് കൊടുക്കുന്ന അവർക്ക് 18 രൂപയ്ക്ക് ചന്ദ്രിക സോപ്പ് മാർക്കറ്റിൽ കിട്ടുമ്പോൾ 17 രൂപ 50 പൈസക്ക് നിങ്ങൾക്ക് കൊടുത്താൽ അവർ വിളിക്കും. We sell at a discount rate. Anybody can order from anywhere in the world. ലോകത്തിന്റെ എവിടെയിരുന്നും ഹൈറിച്ചിന്റെ ആപ്ലിക്കേഷൻ അടിച്ച് ആ റീജിയനിലെ പോസ്റ്റൽ പിൻകോഡ് അടിച്ചാൽ പർച്ചേസ് ചെയ്യാം. We can sell in cash on delivery more. മിക്ക കമ്പനികളും പിക്കപ്പ് സെന്ററിൽ പോയി ലീഡേഴ്സ് പൈസ കൊടുത്ത് 10 കസ്റ്റമേഴ്സിന്റെ സാധനം കാറിന്റെ ഡിക്കിക്കകത്ത് ഇട്ട് കൊണ്ടുവന്ന് അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സംവിധാനമാണ്. എന്നാൽ ഇവിടെ സ്റ്റാഫ് ഡെലിവേഴ്സ് ഗുഡ്സ് ആണ്. സ്റ്റാഫാണ് സാധനങ്ങൾ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇന്ന് 23 ജൂലൈ. 23 ജൂലൈ എത്തിയപ്പോൾ എന്റെ വരുമാനം അപ്രോക്സിമേറ്റ്ലി 3,90,000 രൂപയാണ്. 2,90,000 രൂപ. ഫൈൻ. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് 4,50,000 രൂപയാണ്. കാരണം ഇനി നമുക്ക് 7 ദിവസവും കൂടി ഉണ്ടല്ലേ രജി സാർ? നിങ്ങൾക്ക് കാണാം ഡബിൾ സൈഡ് സീലിംഗ് ആണ് ഡെയിലി അടിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ കിട്ടും. ഇനി 7 ദിവസം ഉണ്ട് 1,40,000 രൂപയ്ക്ക് ഒരു പണിയും ഒരു ബുദ്ധിമുട്ടും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്വപ്നം കാണാം. ഞാനും നിങ്ങളെ പോലെ സാധാരണക്കാരനായി 800 രൂപ മുടക്കി ഒരു ബെഡ്ഷീറ്റ് മേടിച്ച് സിദ്ധി ഗലങ്ക ടീ മേടിച്ച് ജോയിൻ ചെയ്തതാണ്. അന്ന് ബെഡ്ഷീറ്റ് ഒന്നും ഇല്ല. ഗ്രേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, 4 ലക്ഷം രൂപ മേടിക്കുന്ന ഹൈറിച്ചിലെ ജിനിൽ മാഷിനും ഫിജീഷ് കുമാർ സാർ, 5 ലക്ഷത്തിലധികം മേടിക്കുന്ന ഫിജീഷ് കുമാർ സാറിനും 8 ലക്ഷത്തിലധികം മേടിക്കുന്ന ബഷീർ സാറിനും 4 ലക്ഷയോളം മേടിക്കുന്ന രജി സാറിനും ഒക്കെ ഈ കോട്ടിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ പകല് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിലാണ് അയൽവക്കത്ത് കൊണ്ട് സാധനം കൊടുക്കണം. രാത്രി വന്നിട്ട് കോട്ടിട്ടിരിക്കും. ക്ലിയർ? യെസ്. 5 ലക്ഷമോ 10 ലക്ഷമോ ഒന്നും ഒരു വിഷയമല്ല. അവിടെ വിറ്റിരിക്കണം. മാസം ഒരു പേഴ്സണൽ ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് രാത്രി വന്ന് കോട്ടിട്ട് ക്ലാസ് എടുക്കും. പകല് അയൽപക്കത്തെ വീട്ടില് കാറിലൊക്കെയാണ് പോവാ കേട്ടോ. കാറിൽ ചെന്നു, ഡിക്കി തുറന്നു, പ്രോഡക്റ്റ് കൊടുത്തു. അവര് കടം പറയും, ഓക്കെ സാർ താങ്ക് യു. കാരണം നമുക്കും ഉള്ളിൽ ബോധമുണ്ട് 4,000 രൂപയുടെ പ്രോട്ടീൻ പൗഡർ അല്ലേ, 2 ഗഡുക്കളാക്കി ഇതൊക്കെ മേടിച്ചവളാം. ഗുഡ്, കണ്ടിന്യൂ ചെയ്യാം. അധികം കുറ്റം പറഞ്ഞാൽ ശരിയാവും. MLM sell their goods. ഓക്കെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കാം, കമ്പാരിസൺ ഒക്കെയാണ്. They sell goods at a far higher price. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം.
നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഈ MLN കമ്പനിയിൽ ഈ ഫുഡ് സപ്ലിമെന്റിൽ ചാടി വീഴുന്നതെന്ന് അറിയാം? കാരണം അതിന് മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണ്. എത്ര വിലയും അവർക്കുണ്ടാവും. 250 രൂപയുടെ മൂല്യമുള്ള സാധനം ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2500 രൂപ. സിമ്പിൾ. വേണമെങ്കിൽ ഇത്രയും അനുഭവജ്ഞാനമുള്ള രജിസാറും ഞാനും കൂടെ ഒന്ന് വിചാരിച്ചാൽ ഒരു ആയുർവേദ കമ്പനിനെ കൂട്ടുപിടിച്ചാൽ മറ്റൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി ഞങ്ങൾക്കും തുടങ്ങാം. എന്നിട്ട് 250 രൂപയുടെ സാധനത്തിന്റെ കവറങ്ങ് കളഞ്ഞ് 2500 രൂപയുടെ MRP ഇട്ട് 20% ഡിസ്കൗണ്ടും കൊടുത്ത് വിറ്റാ പോരെ? അത് പൊടിയുടെ രൂപത്തിലോ കുഴമ്പിന്റെ രൂപത്തിലോ ലിക്വിഡിന്റെ രൂപത്തിലോ ആയാലും ആൾക്കാർ വിഴുങ്ങിക്കോളും. ഒരു കുഴപ്പമില്ല. കാരണം ഇത് വിഴുങ്ങിയാൽ മാത്രമേ നിങ്ങൾ കോടീശ്വരനാവുകയുള്ളൂ. ദാറ്റ്സ് എ ട്രൂ ഫാക്ട്. അടുത്തത്, they decide the price. അവരാണ് അവരുടെ പ്രൊഡക്റ്റിന്റെ വില നിർണ്ണയിക്കുക, അല്ലെ? There is no COD, ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇല്ല. നേരെ പിക്കപ്പ് സെന്ററിൽ പോവാ. ഫോർ എക്സാമ്പിൾ സ്റ്റീഫ് എച്ച് സാറാണ് ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി ചെയ്യുന്നതെങ്കിൽ സ്റ്റീഫ് എച്ച് സാറിന്റെ വൈറ്റൽ ക്ലയൻസിനുള്ള 15 ക്ലയൻസിനുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിസിനസ് വോളിയം തികയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ കോഴിക്കോട് ജില്ലയിലെ മെയിൻ പിക്കപ്പ് സെന്ററിൽ വരുന്നു, കാർ നിർത്തുന്നു, ഡിക്കിയിൽ കയറ്റുന്നു, പൈസ കൊടുക്കുന്നു, അരീക്കോട് കൊണ്ടുപോയി തൊട്ടടുത്ത ദിവസം ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. സത്യം പറയാം, 5 വർഷം ഞാനും പണിയെടുത്ത ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി. പ്രോഡക്റ്റ് വിറ്റ് നിങ്ങൾക്ക് കോടീശ്വരന്മാരാകാൻ 100-ൽ 95% ആൾക്കാർക്കും പറ്റില്ല. ഇത്തരം ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടെന്ന് അഭിമാനിക്കുന്ന പ്രോഡക്റ്റ് ഉള്ള കമ്പനികളില് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കട്ടെ, 5 വർഷം പണിയെടുത്താൽ മാക്സിമം പോയാൽ 50,000 രൂപ മാസം. 5 വർഷം. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കുണ്ട്. ഞാനാണ് ഒന്നാമത്തെ തെളിവ്. 2008-2013 കാലഘട്ടത്തിൽ രാത്രി വൈകുന്നേരം 5 മണി വരെ രാത്രി 11 മണി വരെ ഫീൽഡ് നിറങ്ങി 5 വർഷം കഴിഞ്ഞപ്പോൾ വെറും 12,000 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. എപ്പോഴും ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ കമ്പനിയുടെ MD കോടീശ്വരനാകും. ടോപ്പ് ലെയറിൽ നിൽക്കുന്ന ഒരു 50-40 വ്യക്തികൾക്ക് ഹ്യൂജ് ഇൻകം. അവര് ലുലു കൺവെൻഷൻ സെന്റർ, ലീ മെറിഡിയൻ പോലുള്ള സൂപ്പർ 7 സ്റ്റാർ ഹാളുകളിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. അവിടെ കൊണ്ടുപോയി ഒരു ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും വിൽക്കും, ഞാനും വിൽക്കും. ഒരു കുഴപ്പമില്ല, വിറ്റതാണ്. ഓക്കെ, എന്റെ നാട്ടിൽ എത്ര ഓട്ടോറിക്ഷക്കാരാണ് പ്രോട്ടീൻ പൗഡർ തിന്നെന്ന് അറിയാമോ? ഈ കാണുന്ന ഈ ശരീരവും 10-25 എണ്ണം തിന്നിട്ടുണ്ട്. ഗുഡ്. ദർ ഈസ് ലിമിറ്റഡ് പിക്കപ്പ് സെന്റേഴ്സ്. അത്തരം കമ്പനികൾക്ക് ഒരു ജില്ലയിൽ 1-2 പിക്കപ്പ് സെന്റേഴ്സേ ഉള്ളൂ. നമുക്ക് അങ്ങനെയല്ല. ലീഡേഴ്സ് നീഡ് ടു ഡെലിവർ ഗുഡ്സ്. അവിടെ നിങ്ങൾ ലീഡർ ആണെന്ന് പറഞ്ഞ് ചമഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലീഡറാന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ വരുമ്പോ കുപ്പായൊക്കെ ഇടാം. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അയൽപക്കത്തെ വീട്ടിൽ കൊണ്ടുപോയി വിറ്റെത്തിയിരുന്നു, ഉറപ്പാണ്. അതുകൂടാതെ ഏറ്റവും ഫൺ എന്താണെന്നറിയാമോ? ഇത് ഞാൻ അനുഭവിച്ച് മടുത്ത് ചിരിച്ച് മണ്ണ് തപ്പിയ കാര്യം. മോസ്റ്റ് കമ്പനീസ് എൻകറേജ് ഹോം ഷോപ്പീസ്. സുന്ദരമായ ഒരു വാക്ക്, ഹോം ഷോപ്പ്. അടിപൊളിയ സത്യം. നമുക്ക് ഭയങ്കര രസമുള്ള കാര്യം. എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഈ കഴിഞ്ഞ മാസം നാഷണൽ പ്രൊമോട്ടറായ എന്റെ സുഹൃത്തും അദ്ദേഹത്തിന്റെ അപ്ലൈന്റെ വീട്ടിൽ ഞാൻ ആദ്യം ഹൈറിച്ചുമായി നാട്ടിൽ വന്നിട്ട് ആദ്യം സന്ദർശിച്ചപ്പോൾ വളരെ സുന്ദരമായ ഒരു ഹോം ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ ചോദിച്ചു, അല്ല ഇതെന്താ സംഭവം? സാറേ ഇതല്ലേ സംഭവം, എന്റെ വീടാണ്
ഹോം ഷോപ്പിംഗ്. അപ്പൊ ഞാൻ കഷ്ടം തോന്നിയിട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും 1000, 1500 സാധനങ്ങൾ ഞാനും മേടിച്ച് തീർത്തു. ഇന്ന് അവര് ഹൈറിച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീട് ഹോം ഷോപ്പി അല്ല. നിങ്ങളുടെ വീട്ടിൽ അരി സൂക്ഷിച്ച് അയൽപക്കക്കാരന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഹോം ഷോപ്പി ചെയ്ത് ബുദ്ധിമുട്ടി മാല പണയം വെച്ച് ഹോം ഷോപ്പി നടത്തിയവരുടെ പലരുടെയും മാല പോയി. ഒരു ഹോം ഷോപ്പിയുടെ ചാർജ് എത്രയാ തരാം? ആരോടൊക്കെ ഇത് ചിരിക്കുന്നുണ്ട് മസ്കറ്റിൽ. ഒരു ഹോം ഷോപ്പി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 40-45,000 രൂപയുടെ പ്രോജക്റ്റുകൾ കയറ്റി വെക്കണ്ടേ? മക്കളുടെ ചിരിക്കുന്ന ഫോട്ടോ വെച്ച ഷോക്കേസുകളൊക്കെ ഹോം ഷോപ്പിയുടെ ഫ്ലോർ ക്ലീനറും പല്ല് തേക്കുന്ന പേസ്റ്റ് ഒക്കെയായി. യെസ്, എന്തിന് ഹൈറിച്ചിൽ വന്നിട്ട് ഒരു ഹോം ഷോപ്പിംഗ് നിങ്ങൾക്ക് തുടങ്ങണോ? നത്തിങ്, ഫൂളിഷ്നെസ്, മണ്ടത്തരം. ഇതാണ് കമ്പാരറ്റീവ് സ്റ്റഡി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തേ. ഒന്നുകൂടെ ബാക്ക് സ്റ്റേജിലോട്ട് പോകും. നോക്ക, വി സെൽ കസ്റ്റമേഴ്സ് ചോയ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന്റെ ചോയ്സ് വിലക്കുറവിൽ കൊടുക്കുമ്പോൾ ദേ സെൽ ഗുഡ്സ് അറ്റ് എ ഫാർ ഹയർ പ്രൈസ്. നമ്മൾ വിലക്കുറവിൽ കൊടുക്കുമ്പോൾ അവര് 300%, 400% വില വർദ്ധിപ്പിച്ചു കൊടുക്കും. 2, നമ്മൾ കസ്റ്റമേഴ്സിന് ചന്ദ്രിക സോപ്പ് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഉൽപ്പന്നം വെളിച്ചെണ്ണയിൽ നിന്നുണ്ടാക്കിയ സോപ്പ് കൊടുക്കുന്നു. ആൾക്കാർക്ക് ചന്ദ്രികയും ഡോവും പിയേഴ്സും ആണെന്ന് ഇഷ്ടം. എനിബഡി ക്യാൻ ഓർഡർ ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. ഇവിടെ there is a limited pickup centers. അവിടെ ചെന്ന് തന്നെ നിങ്ങൾ പിക്ക് ചെയ്യണം. കൂടാതെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം, നമുക്കിത് ക്യാഷ് ഓൺ ഡെലിവറിയിൽ സ്റ്റാഫ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. നേരെ മറിച്ച് ലീഡേഴ്സ് നീഡ് ടു ഡെലിവർ ഗുഡ്സ് ആൻഡ് മോസ്റ്റ് കമ്പനീസ് എൻകറേജ് ഹോം ഷോപ്പിംഗ്. പഠിക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്. അപ്പൊ ആദ്യത്തെ താരതമ്യ പഠനം കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഒരു കമ്പനിയുടെ താരതമ്യ പഠനത്തിനുള്ള സമയമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 3 എണ്ണത്തിനെ പിടിക്കണം എന്ന് വിചാരിച്ച് ഒരെണ്ണത്തെ പിടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിന്നീട് പിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇൻകം പ്ലാനിലോട്ട് അല്ലെ. ഹൈറിച്ചിന് എന്തോരം ഇൻകം പ്ലാൻസ് ഉണ്ടെന്ന് നോക്കി. റീപർച്ചേസ് അല്ലെ, നമ്മുടെ പല വ്യഞ്ജനങ്ങൾ എല്ലാ മാസവും നമ്മൾ മേടിച്ചു വിലക്കുറവ്. അതിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് മേടിക്കുന്നതിൽ നമുക്ക് വരുമാനം കിട്ടുന്നു. വെരി ഗുഡ്. അതിനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, ശ്രദ്ധിച്ച്. എന്റെ കൂടെ 25,000 കസ്റ്റമേഴ്സ് ഉണ്ട്. ഷീല മാഡം 25,000 കസ്റ്റമേഴ്സ്. ഓക്കെ, സമ്മതിച്ചല്ലോ. ശാന്ത മാഡം പിടികിട്ടിയല്ലോ. ഇവരുടെ വീട്ടിൽ അരി മേടിച്ചാൽ എനിക്ക് 10 പൈസ കിട്ടും. 1 കിലോ അരി. എല്ലാവരും ശ്രദ്ധിക്കണേ, 1 കിലോ അരിന്ന് എനിക്ക് 10 പൈസ കിട്ടും. ചെറിയ നയാ പൈസ. ഞാൻ എന്റെ അനുഭവമല്ലേ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ശരാശരി കുടുംബത്തിൽ, 4 അഡൽട്ട് ഉള്ള കുടുംബത്തിൽ ഉച്ചയ്ക്കും രാത്രിയിൽ ചോറുണ്ടെന്ന സംസ്കാരമുള്ള കേരളത്തിൽ 20 കിലോഗ്രാം അരിയാണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 10 × 20 = 2 രൂപയാണ് അരിയിൽ നിന്നും മാത്രം എനിക്ക് ലഭിക്കുക. ക്ലിയർ? അങ്ങനെയാണ് 25,000 കുടുംബങ്ങൾ അരി മേടിച്ചാൽ തന്നെ 50,000 രൂപയായി. ആ മാത്തമാറ്റിക്സ് നിങ്ങളൊന്ന് പഠിക്കും. നിങ്ങളുടെ കൂടെ 25,000 ഫാമിലീസ്. ഒരു കുടുംബം 1 കിലോ അരി മേടിച്ചാൽ 10 പൈസ കിട്ടും. അവർ 20 കിലോ അരി മേടിച്ചാൽ 2 രൂപ കിട്ടും. പഞ്ചസാരയെന്നും നമുക്ക് ഇതുപോലൊക്കെ കിട്ടും. നമ്മൾ അരിയുടെ മാത്രം കേസാണ്. അങ്ങനെയാണെങ്കിൽ 25,000 × 2 രൂപ എത്രയാണ്? ഇതാണ് ബൈനറി മെട്രിക്സിന്റെ പവർ. ചിലർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇതില്ല. എന്താണെന്നറിയാമോ പ്രശ്നം? ഈ പ്ലാൻ കേൾക്കുമ്പോഴേ ഷാഹിർ ഇന്ന് ഹൈറിച്ചിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. ഷാഹിർ 2 ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു.
ഒന്ന് വിജയലക്ഷ്മി മാഡം ഇടത് സൈഡിലും ശാന്ത മാഡത്തിന് റൈറ്റ് സൈഡിലും. ആഹാ, ഈ പണി എനിക്ക് പറ്റില്ല, ഞാൻ കൂലിപ്പണി എടുത്താലും ഞാനിത് ചെയ്യൂല. ഏതാണ്ട് ഇത് അമേരിക്കക്കാരനോട് ദേഷ്യമുള്ളത് പോലെയാ. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 1940 കാലഘട്ടത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ അമേരിക്ക കണ്ടുപിടിച്ചുകൊണ്ട് ജന്മം കൊണ്ടേ ഞാൻ ചെയ്യൂല, കാര്യം അമേരിക്കാരന്റെ മാത്തമാറ്റിക്സ്. എടോ, ഇതേ മാത്തമാറ്റിക്സ് കൊണ്ടാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ? ന്യൂക്ലിയർ റിയാക്ടറിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഒരാറ്റം 2ആയി വിഘടിക്കുന്നു, 2 4 ആകുന്നു, 4 16 ആകുന്നു, 16 169 ആകുന്നു. അവിടെ കുഴപ്പമില്ല. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇത് കുഴപ്പമില്ല. ആഹാ, അത് വിഷയമില്ല. ന്യൂക്ലിയർ റിയാക്ടറിൽ ഈ ബൈനറി മെട്രിക്സ് ഏരിയ കറണ്ട് കിട്ടും. പക്ഷെ ഹൈ റിച്ചിൽ ഈ ബൈനറി മെട്രിക്സ് ഇട്ട ഞാൻ ചെയ്യില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിച്ച ബോംബിന്റെ തിയറി ഇത് തന്നെയല്ലേ? E=mc². പഠിച്ചതല്ലേ സ്കൂളിൽ? എനർജി ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി ഓഫ് ലൈറ്റ് സ്ക്വയർ. അവിടെയൊക്കെ അത് ശരിയാണ്, അവിടെയൊക്കെ അത് ശരിയാണ്. ആറ്റം ബോംബിന്റെ തിയറിയാണോ ബൈനറി മെട്രിക്സിന്റെ പവർ. അത് ഉൾക്കൊള്ളാൻ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തത്തിനെ അഡ്മിറ്റ് ചെയ്യാൻ കഴിവില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ കുഴപ്പം. ഞാൻ ഒന്നും കൂടെ നിങ്ങളെ പ്രൂവ് ചെയ്യാം. മട്ടാഞ്ചേരിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ് വെച്ചു. പക്ഷെ ആ കുരിശിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ പള്ളി വെച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് വെച്ചത്. തല തിരിച്ച കുരിശ് വെച്ച്. ആരെങ്കിലും കണ്ടിട്ടുണ്ട്? സെയ്റ്റാൻ ചർച്ചാണ്. ക്ലിയർ? കുരിശ് 2 ആൾക്കാർ യൂസ് ചെയ്യും. ആരൊക്കെ? സെയ്റ്റാനും യൂസ് ചെയ്യും, ഗുഡ് പർപ്പസിനെ കർത്താവും യൂസ് ചെയ്യും. യെസ്, ഈ ഇരിക്കുന്ന കുരിശിനെ ഒന്ന് തല കുത്തനെ വെച്ചാൽ അതിന്റെ പവർ നെഗറ്റീവായി. ഇത് തന്നെയാണ് മാർക്കറ്റിൽ വന്ന കുറെ മണി ചെയിൻ കമ്പനികള് ഈ ബൈനറി മെട്രിക്സ് യൂസ് ചെയ്ത് മാർക്കറ്റിനെ നശിപ്പിച്ചതാണ്. അതല്ലാതെ അത് ബൈനറി മെട്രിക്സിന്റെ മോശമല്ല. അണ്ടർസ്റ്റാൻഡ് ദ പവർ, റിയലൈസ് ദ മാത്തമാറ്റിക്സ്, റെസ്പെക്ട് ദ സയന്റിസ്റ്റ്. ഫസ്റ്റ് പർച്ചേസ് ഇൻകം. ഓക്കെ, ഒരു ദിവസം ഒരാൾക്ക് 3 ഐഡിയ ആണെങ്കിൽ ഹസ്ബൻഡിന് 3, വൈഫിന് 3, അതുപോലെ തന്നെ ഒരു കൊച്ചിന് 3 ഐഡിയ ഉണ്ടെങ്കിൽ 9 ഐഡികളിൽ നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി വർക്ക് ചെയ്താൽ 5000 ഇൻറ്റു 9 ഒരു ദിവസത്തെ വരുമാനം. ഇന്ന് രാവിലെ 22,000 രൂപ ഹൈറിച്ചിന്റെ സോഫ്റ്റ്വെയർ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് സമ്മാനിച്ചു. എന്നാൽ 50,000 രൂപ മേടിച്ച ആളും നമ്മുടെ വെബ്സൈറ്റിൽ ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടില്ലേ? മലപ്പുറത്തെ ദിലീപ് സാർ, നമ്മുടെയെല്ലാം പ്രിയങ്കരനായ അപ്ലൈ എല്ലാ ദിവസവും 32,000 42,000 മേടിക്കുന്നില്ലേ? റെഗുലർ സീലിംഗ്സ് ആ നടക്കുന്നത്. എന്നാൽ പഠിക്ക്, കേരളത്തിൽ ഏറ്റവും പ്രമുഖമായ ഇന്ത്യയിൽ ഒരു കമ്പനിയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്കേ ഐഡി കൊടുക്കുള്ളൂ. കമ്പനിയുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ലീഗലി ഒരു പ്രോബ്ലം. ഡിഫമേഷൻ എനിക്കെതിരെ കേസ് വരാം. യെസ്, ഈ ഹോം ഷോപ്പിൽ നടത്തുന്ന കമ്പനി ഞാൻ വേറെ തൊട്ട് കാണിച്ചു തരാം, പക്ഷെ പേര് പറയും. ക്ലിയർ? ഹോം ഷോപ്പിൽ നടത്തുന്ന കമ്പനിയിൽ ഒരു കുടുംബത്തിൽ ഒരൈഡിയയും. ഭാര്യയ്ക്ക് വരുമാനമില്ല, മക്കൾക്ക് വരുമാനമില്ല, ഭർത്താവിന് ഒരൈഡി, ലിമിറ്റഡ് ഇൻകം. ഹൈ റിച്ചിൽ നിങ്ങൾക്ക് എത്ര ഐഡി വേണം? ഞങ്ങളിപ്പോ 3 അംഗങ്ങളാണ്. അടുത്ത വർഷം 1 അംഗത്തിനെയും കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ ഇപ്പോൾ 9 ഐഡി ആണെങ്കിൽ അടുത്ത വർഷം അത് 12 ഐഡി ആക്കത്തില്ലേ? അംഗങ്ങളുടെ എണ്ണം കൂട്ടിയാ പോരെ? ചിരിക്കുക. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ച് ഇനി ഐഡി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വ്യാജേന ഒരു പ്രക്രിയയും ചെയ്തേക്കരുത്. ക്ലിയർ? നിങ്ങളുടെ കുടുംബത്തിൽ 1 വയസ്സുള്ള കൊച്ചിനും ഐഡി കൊടുക്കാം. ആധാർ ഉണ്ടെങ്കിൽ പാൻ കാർഡ് കിട്ടും. പാൻ കാർഡ് കിട്ടിയാൽ ബാങ്ക് അക്കൗണ്ട്, ജൂനിയർ ബാങ്ക് അക്കൗണ്ട് കിട്ടും. ജോയിന്റ് അക്കൗണ്ട് എടുത്താൽ 2.25 വയസ്സുള്ള എന്റെ മകനും വരുമാനം എടുക്കാം.
ഒന്നുകൂടെ ആവർത്തിച്ച് തരാം, പലർക്കും സംശയമുണ്ട്. ആധാർ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ ആധാർ എടുക്കുമ്പോൾ കണ്ണൊന്ന് നേരെ കിട്ടുകയും കൈയുടെ ഇംപ്രഷൻ വരുന്ന പ്രായം ഒരു 2 വയസ്സ്. 2 വയസ്സുള്ള കൊച്ചിന് ഹൈറിച്ചിലൂടെ വരുമാനം. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ആധാർ ഉണ്ടെ പാൻ കാർഡ് കിട്ടും, പാൻ കാർഡ് ഉണ്ടെ ബാങ്ക് അക്കൗണ്ട് കിട്ടും, ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങളും കൊച്ചും കൂടെ ഒരു ജോയിന്റ് അക്കൗണ്ട്. ക്ലിയർ? ഹൈറിച്ച് വരുമാനം ഒരു കുഴപ്പമില്ല. എന്നാൽ ഈ ഹോം ഷോപ്പുകൾ നടത്തുന്ന വളരെ ഫേമസ് ആയ അഭിമാനിക്കാൻ പറ്റുന്ന കമ്പനികൾക്ക് ഒരു കുടുംബത്തിൽ ഒരു ഐഡിയ. ഇവിടെ 9 ഐഡിയ, 3 അംഗമുള്ളൂ. എല്ലാത്തിനും ഡെയിലി ആയി. ഓക്കെ, ഡിജിറ്റൽ പർച്ചേസ് നടത്തിയാൽ 9 × 10,000 90,000 രൂപയാണ് അതിലൂടെ വരുമാനം. ഞാൻ 248 ആൾക്കാരെ സാക്ഷി നിർത്തി ഞാൻ പറയാം, ഈ വർഷം ന്യൂ ഇയർ ഞാൻ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1,00,000 രൂപയായിരിക്കും അന്ന് എന്റെ വരുമാനം. സിമ്പിൾ തിയറി അല്ലേ? ഒരു ഐഡിയയിലൂടെ 15,000. ക്ലിയർ? ഫൈൻ. 6 ഐഡിയയിലൂടെ വന്നാൽ തന്നെ അത് 90,000. ഒരു ഐഡിയയിലൂടെ ഡിജിറ്റലിന് 10 കിട്ടും, ഫസ്റ്റ് പർച്ചേസിന് 5 കിട്ടും. 15 രൂപ ഒരു ഐഡിയയിൽ ഒരു ദിവസം മേടിക്കാൻ പറ്റുന്ന അനുവദനീയമായ വരുമാനം. അങ്ങനെയാണെങ്കിൽ ഒരു 2 വർഷം ഒന്ന് മെനക്കെട്ടാൽ ഉറപ്പായിട്ടും പറയാം, ആത്മാർത്ഥമായി പഠിക്കാനും പഠിപ്പിക്കാനും സേവനം ചെയ്യാനുള്ള മനസ്സ് വേണേ. 3 കാര്യങ്ങൾ നിങ്ങൾക്ക്. എന്റെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് വളരെ എക്സ്ക്ലൂസീവായിട്ട് എന്റെ ടീം അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 150 പേര്. 100 പേരും ഹൈറിച്ചിലെ നിരവധി ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുന്നവരാ. അവര് നിങ്ങൾക്ക് ലിങ്ക് തന്നു, നിങ്ങൾ പഠിക്കാനായി ഓടി വന്നു. That's it. Keep a mind of service. നിങ്ങളുടെ സേവന മനസ്സ്. എനിക്കിത് ബഷീർ കുട്ടൂർ സാറ്, ഫിജീഷ് കുമാർ സാറ് ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ച സാധനം എനിക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കാൻ പറ്റും. പറ്റണ്ടേ? യെസ്, അത് പറ്റണം. അപ്പോൾ അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലെ 2 എണ്ണം. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട് 2 എണ്ണം. ഗ്രോസറി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും ഗുഡ്വിൽ സെല്ലിംഗ്. മൊത്തം 5 പ്ലാൻസ് ആണ്. ഹൈറിച്ചിന്റെ ഇൻകം പ്ലാൻസ് എത്രയാന്ന് ചോദിച്ചാൽ 3. എന്നാൽ ഹൈറിച്ചിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ 2. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്. സമയം കുറവാണ്. ഇതൊരു കമ്പനി, MLM കമ്പനിയുടെ ബിസിനസ് പ്ലാനാണ്. ഓക്കെ, ഇതൊരു MLM കമ്പനിയുടെ നെയിം ഓഫ് ദ കമ്പനി ABCD. ഓക്കെ, നെയിം ഓഫ് ദ കമ്പനി ABCD. അങ്ങനെയൊക്കെ വായിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ട്രെയിനിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എന്നെ ജയിലിൽ വന്ന് കാണേണ്ടി. ഗുഡ്, ഫൈൻ. ഇത്തരം കമ്പനികൾക്ക് പ്രധാനമായിട്ടും ഒറ്റ പ്ലാനിൽ റീപർച്ചേസ് ഇൻകം പ്ലാൻ. ഒറ്റ പ്ലാൻ, വേറൊന്നും. നമുക്കോ ഒന്ന് തിരിച്ചു നോക്കിയേ. റീപർച്ചേസ്, ഫസ്റ്റ് പർച്ചേസ്, ഡിജിറ്റൽ. അവർക്കോ മെയിൻലി ഓൺലി 1 പ്ലാൻ, ഡിപ്പെൻഡ് ഓൺ ദ സെയിൽസ്. 20,000 രൂപയുടെ സാധനം വിറ്റഴിച്ചാൽ 3% കമ്മീഷൻ കിട്ടും. 60,000 രൂപയുടെ സാധനം വിറ്റഴിച്ചാൽ 6% കമ്മീഷൻ കിട്ടും. 90,000 രൂപയുടെ സാധനം വിറ്റഴിച്ചാൽ നിങ്ങൾക്ക് 9% കിട്ടും. 1,20,000 വിറ്റഴിച്ചാൽ 12% കിട്ടും. 2,40,000 വിറ്റഴിച്ചാൽ 15% കമ്മീഷൻ. 4 ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തിയാൽ നിങ്ങൾക്ക് 18% കമ്മീഷൻ. നിങ്ങൾക്ക് 7 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തിയാൽ 21% കമ്മീഷൻ. ഇത് ലോകത്തിൽ 3 കമ്പനികളാണ് ഈ പ്ലാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് കമ്പനിയാണ് ഞാൻ പറയുന്നതെന്ന് ആരും എന്നോട് ചോദിക്കരുത്. ക്ലിയർ? യെസ്. അടുത്തത് ഹൈറിച്ച് ജോയിനിങ് ക്രൈറ്റീരിയ. ശ്രീപച്ചൻ സാറ് ടൈമർ നോക്കുന്നുണ്ടല്ലോ അല്ലെ, വിട്ടുപോകരുത്. Now, ഹൈറിച്ച് ജോയിനിങ് ക്രൈറ്റീരിയ. എന്നിട്ട് ഹൈറിച്ചിൽ ഇനി ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? സാധാരണ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ഹൈറിച്ചിനും ജോയിനിങ് ഫ്രീ ആണ്. എല്ലാ കമ്പനിക്കും ഫ്രീ ആണ് കസ്റ്റമേഴ്സ്. എന്നാൽ ഹൈറിച്ചിനാണ് ഏറ്റവും ലോവസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്.
750 രൂപയ്ക്ക് ഉപയോഗപ്രദമായ ഒരു ബെഡ്ഷീറ്റോ ഒരു ലേഡീസ് ബാഗോ എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം മേടിച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് 5000 രൂപ പെർ ഡേ 1.5 lakh ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലോവസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ജോയിനിങ് ഫീസ് ഉള്ളത് ഹൈൻസ്. ലോവസ്റ്റ്. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് കാര്യം, നിങ്ങളുടെ താഴെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗൺ ലൈനായി ഒരു ഫസ്റ്റ് പർച്ചേസ് ആക്ടിവേഷൻ നടക്കുമ്പോൾ, ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ആക്ടിവേഷൻ നടക്കുമ്പോൾ ആ LOSലെ 01 ID വരെ 200 ബിസിനസ് വോളിയം ഈക്വൽ ആയിട്ട് വിടും. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഡിജിറ്റൽ പർച്ചേസ് ₹12,000. പക്ഷേ ഇത് വേറെ ഏത് കമ്പനിയിലാണെങ്കിലും വർക്ക് ചെയ്തതിൽ വരുമാനം കിട്ടില്ല. ഇവിടെ കൃത്യമായിട്ട് 30,000 രൂപ കൊടുത്തിരിക്കും. വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും 0 losers. ബിസിനസ് വോളിയം സെയിം BV ഫോർ ഓൾ LOS. അൺലിമിറ്റഡ് റീപർച്ചേസ് ലെവൽസ്. അൺലിമിറ്റഡ് റീപർച്ചേസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ 18, അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്, സോറി. 18 ലെവലിലേക്കുള്ള റീപർച്ചേസ് ആണ് നമുക്ക് മാറ്റി. യെസ്, അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്സ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് 18 ലെവലിലേക്കുള്ള റീപർച്ചേസ് ഉണ്ട്. വെരി ഹൈ റെഫറൽ ഇൻസെന്റീവ് ഫോർ ഡിജിറ്റൽ റെഫറൽസ്. ഡെയിലി പേ ഔട്ട് സിസ്റ്റം ആണ്. റോയൽറ്റി ഇൻ ടേംസ് ഓഫ് ക്യാഷ് എവറി വീക്ക് ആൻഡ് എവറി മന്ത്. കാരണം നാഷണൽ പ്രൊമോട്ടേഴ്സിന് എവറി വീക്ക് ആണ്, അല്ലാത്തവർക്ക് എവറി മന്ത് ആണ്. ലീനിയർ പ്രോഗ്രസ് ഓൾസോ ഗീവ്സ് ക്യാഷ്. ഓക്കെ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ. പലപ്പോഴും നല്ല ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനോട് ഒരു പക്ഷേ മുഖാമുഖം ഇരിക്കുമ്പോൾ നമ്മളെ ഫ്ലാറ്റ് ആക്കാൻ അവരിടുന്നൊരു തന്ത്രം എന്താണെന്നറിയോ? മാഷെ, നിങ്ങൾക്ക് ഈ ബൈനറി ബാലൻസിങ് വേണ്ടേ? ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സൈഡ് മാത്രം വളർന്നു പോയി. നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന സ്പോൺസർ ചെയ്ത ഒരാൾ മിടുക്കനായതുകൊണ്ട് അവിടെ അവൻ 1,00,000 ആൾക്കാരെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 1 രൂപ കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ചോദിച്ചു. നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ യെസ് എന്ന് പറഞ്ഞാൽ യെസ് ആണ്. കാരണം ശ്രദ്ധിക്കേ, റീപർച്ചേസ് കിട്ടാൻ ബൈനറി മാച്ചിന്റെ ആവശ്യമില്ലല്ലോ. 18 ലെവൽ വരെ റീപർച്ചേസ് ഇല്ലേ? ലീനിയർ ആയിട്ട് നിങ്ങൾ ഒരാളെ ജോയിൻ ചെയ്യുന്നു, അവൻ 10 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. ആ 10 പേര് അങ്ങനെ പോയാലും വൺ സൈഡ് ഡെവലപ്പ് ചെയ്ത് പോയാൽ 12 ലെവൽ എത്തുമ്പോൾ 8 ലക്ഷം കസ്റ്റമേഴ്സ്. ഈ 8 ലക്ഷം കസ്റ്റമേഴ്സിന്റെ റീപർച്ചേസ് വന്നാൽ എവിടെ എത്തും നിങ്ങൾക്ക് അറിയാമോ? മോർ ദാൻ 5 lakhs എ മന്ത്. ഒരു ബൈനറി മാച്ച് ഇവിടെ വേണ്ടല്ലോ. റീപർച്ചേസ് ഇൻകത്തിന് എവിടെയാണ് ബൈനറി മാച്ച് ആവശ്യം? ഓക്കെ, അതവിടെ ടെക്നിക്കലി വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവര് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലീനിയർ പ്രോഗ്രസ് ഓൾസോ ഗീവ്സ് ക്യാഷ്. എന്നാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മറ്റുള്ള കമ്പനികൾ ശ്രദ്ധിക്കണം, ബൈനറി പെയർ മാച്ച് അടിക്കുന്ന കമ്പനികളിൽ, മെയിനായിട്ടും അത് മാത്രം ഇൻകം കൊടുക്കുന്ന കമ്പനികളിൽ ഡബിൾ സൈഡ് ഈക്വലൈസ് ചെയ്യും. ഇവിടെ റീപർച്ചേസിന് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ സമർത്ഥിക്കാൻ ട്രൈ ചെയ്യും, ഇന്ന കമ്പനിയിലും റീപർച്ചേസിന് ലീനിയർ മതി. പക്ഷെ ചിന്തിക്ക്, അവര് കൊടുക്കുന്ന സാധനം മാർക്കറ്റിൽ ഇല്ലാത്ത സാധനം നമ്മൾ കൊടുക്കുന്നത് എല്ലാ കുടുംബത്തിലും അത്യാവശ്യമുള്ള സാധനം. ഹാർപ്പിക് ഉപയോഗിക്കാത്ത വീടുണ്ട്, കോൾഗേറ്റ് ഉപയോഗിക്കാത്ത വീടുണ്ട്. നിങ്ങൾ എന്തിനാ 18 രൂപയുടെ കോൾഗേറ്റ് ആൾക്കാർ മേടിക്കുമ്പം 112 ടൂത്ത് പേസ്റ്റ് എന്തിനു വിൽക്കുന്നു? ശരിയാണ്, കോൾഗേറ്റിന്റെ അകത്ത് ഒരു പക്ഷേ
ഈ 112 രൂപയുടെ മൂല്യമുള്ള പ്രൊഡക്റ്റിന്റെ അബ്രഷൻ മെക്കാനിസം ഇല്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ റേഷനറി തിന്നുന്ന നമ്മുടെ സാധാരണക്കാർക്ക് 112 രൂപയുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ വളർന്നിട്ടില്ല, അല്ലെ? മനസ്സിലാക്കണ്ടേ? ഇനി അടുത്ത് നെക്സ്റ്റ്. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഓടിക്കുന്നത്. അതർ MLM ജോയിനിങ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? മറ്റുള്ള കമ്പനികളെ ജോയിനിങ് ക്രൈറ്റീരിയ നമുക്കൊന്ന് നോക്കാം. കസ്റ്റമേഴ്സിന് ഫ്രീ ജോയിനിങ് ആണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നല്ലൊരു പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് മിനിമം 10,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് ജോയിൻ ചെയ്യണം. പലപ്പോഴും ഇത്തരം കമ്പനികളുടെ ആൾക്കാർ ഇപ്പോൾ ഹോം ഷോപ്പി ആയിട്ട് അവരുടെ ഷോക്കേസ് ഫുൾ ഇരിപ്പുണ്ടാവും. ഫൈൻ, ഓക്കെ. എന്റെ ഷോക്കേസിൽ എന്റെ കുഞ്ഞിന്റെ കളിപ്പാട്ടും അല്ലെങ്കിൽ അവന്റെ മുഴുവൻ സാധനം ഇരിക്കുന്നതിന് പകരം ഞാനൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ മുഴുവൻ ഇരിക്കുന്ന ക്ലീനിങ് പ്രോസസ്. അടുത്ത്, ഹ്യൂജ് പ്രോഫിറ്റ് ഗോസ് ടു കമ്പനി. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരാഴ്ചയിൽ ഡിജിറ്റൽ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹൈറിച്ച് എത്ര പേ ഔട്ട് ആവും? ഫൈൻ. ബിസിനസ് വോളിയം ഡിമിനിഷിംഗ് BV ഫോർ ഓൾ എലോൺസ്. ലിമിറ്റഡ് റീപർച്ചേസ് ലെവൽസ് നമുക്കത് 18 ആണ്. ചില കമ്പനികൾ 21 വരെ കൊടുക്കുന്നുണ്ട്. അത് ചില കമ്പനികൾ നമ്മളെക്കാളും കൂടുതൽ ലെവൽസ് കൊടുക്കുന്നുണ്ട്. അത് അവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. എല്ലാം മോശവും. നമ്മളെക്കാട്ടും 3 ലെവൽ കൂടുതൽ കൊടുക്കുന്ന കമ്പനിയാണ് ഞാൻ പരാമർശിച്ചത്. വെരി ലോ റെഫറൽ ഇൻസെന്റീവ്സ്. വീക്ക്ലി ഓർ മന്ത്ലി പേ ഔട്ട്സ് ആണ്. നമുക്കിവിടെ ഡെയിലി പേ ഔട്ട്സ് ആണ്. റോയൽറ്റി ഇൻ ടേംസ് ഓഫ് പൊസിഷൻ, സിൽവർ, ബ്രോൺസ്, റോയൽ, ഡയമണ്ട്, പ്ലാറ്റിനം എന്നൊക്കെ പറയാം. പക്ഷേ ആ പദവി മാത്രമേ ഉണ്ടാവൂ. ബൈനറി മാൻഡേറ്ററി പ്രോഗ്രസ് ഗീവ്സ് ക്യാഷ്. ബൈനറി മാച്ചിങ് അനുസരിച്ചായിരിക്കും അവിടെ ക്യാഷ് മിക്കവാറും. താങ്ക് യു. ലിസൺ, ദ ടൈം ഇസ് ഗെറ്റിംഗ് ഓവർ. ഇനി ഞാൻ ഓറലി നിങ്ങളോട് പച്ചയായി തിയറി എല്ലാം പ്രാക്ടിക്കലായി സംസാരിക്കാം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഉള്ളവർക്ക് നല്ല വരുമാനം ഒരു 3 മാസം മുതൽ തുടങ്ങും. ഒരു സംശയവും. പക്ഷേ തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന ശിഖിരത്തിന് മാത്രമേ ഫ്രൂട്ട്സ് ഉണ്ടാവൂ. എനിക്കതിനകത്തൊക്കെ വയനാട്ടിലെ രജി സാറിനും പാലക്കാട് സമീർ സാറിനും ഫിജി സാറും സതീഷ് സാറും ചന്ദ്രശേഖരൻ സാറും അമ്പിളി മാഡത്തിനോടൊക്കെ വളരെ റെസ്പെക്റ്റ് ആണ്. ബഷീർ കുട്ടൂർ സാർ. കാരണം വളരെയധികം ഇനീഷ്യേറ്റീവ്സ് എടുത്ത് കൂടെ ചേർന്ന് നിൽക്കുന്നവരെ ട്രെയിൻ ചെയ്യാൻ അവർ എടുക്കുന്ന ഇഫേർട്ടും ചിലവഴിക്കുന്ന പണവും നിങ്ങൾക്കറിയാവോ. നമ്മൾ ഈ എൻജോയ് ചെയ്യുന്ന ഈ 1 hour ട്രെയിനിങ്ങിന് ബഷീർ കുട്ടൂർ സാറ് 14,000 രൂപ അടച്ചിരിക്കുവാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. പലപ്പോഴും പലരും ചോദിക്കും, ബഷീർ സാർ എനിക്ക് എന്തേലും ചെയ്യുന്നു, ഫിജി സാർ എനിക്ക് എന്തേലും ചെയ്യുന്നു. ഉണ്ട്. നിങ്ങൾ ഞായറാഴ്ച BBC ബിസിനസ് ബിൽഡിംഗ് കൺവെൻഷൻ ഒക്കെ പങ്കെടുക്കുന്നില്ലേ? അതിന് കൊണ്ടുവരുന്ന ഗസ്റ്റിനൊക്കെ പേയ്മെന്റ് കൊടുത്തിട്ടാ ഈ രജി സാറൊക്കെ എത്തിക്കുന്നത്. നിങ്ങളുടെ ആരോടും ചോദിക്കാറുണ്ടോ? മോർണിംഗ് വൈബ് നമ്മൾ പങ്കെടുക്കുന്നില്ലേ? 14,000 രൂപയാണ് ആ ലിങ്കിന്റെ കോസ്റ്റ് ഫിജി സാർ അടയ്ക്കും. ചിലവ് ചെയ്ത് തന്നെ ആ ലീഡേഴ്സ് നമ്മളെ വളർത്തുന്നത്. ഈ സംസാരിക്കാനുള്ള പ്രാപ്തിയിലേക്ക് എന്നെ വളർത്തിയതും ഇവർ ഇങ്ങനെ തന്നെയാണ്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. എന്റെ കോളേജ് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. ഒരു അപ്രോക്സിമേറ്റ്ലി 4 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു പഞ്ചില്ല. പക്ഷേ എന്റെ 5 സ്റ്റാഫിനോടും ഞാൻ ഈ കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ കോളേജിന്റെ MDക്ക് ഒരു മടി. ക്ലിയർ? ഐ ആം ദി MD. ഞാൻ ഇവരോട് തുടങ്ങിയപ്പോ പറഞ്ഞ അവാ മക്കളെ നമുക്ക് തുടങ്ങാം. ചീച്ചിപ്പണിയാണ്.
ആളെ പിടിക്കണം, എനിക്കിഷ്ടമല്ല. പക്ഷെ ഇന്ന് ടൊയോട്ട യാരിസ് കാർ ഇറങ്ങിയപ്പോൾ ചോദ്യം തുടങ്ങി, ഞാനും ഒന്ന് ട്രൈ ചെയ്താൽ വിജയിക്കുമോ? പണ്ടായിരുന്നെങ്കിൽ, സാറിന്റെ കൂടെ ആയിരുന്നെങ്കിൽ, തുടക്കത്തിലായിരുന്നു സാർ ഇപ്പം സഹായിച്ചേ. ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏത് ലീഡറിനോട് എപ്പോൾ ചോദിച്ചാലും the door is open. അതാണ് ലീഡർ, അവരാണ്. So definitely I really appreciate your time you have spent with me. ഞാൻ ആക്ച്വലി ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ട്രെയിനർ ആണ്. ഇന്ന് രാവിലെ എന്നോട് ഒരാൾ ഒരു സംശയം ചോദിച്ചു. ആ സംശയം കൂടെ പറഞ്ഞ് സ്റ്റീഫൻ സാറിന് ഞാൻ മൈക്ക് കൈമാറും. മാഷ് ഒരു മീറ്റിംഗിൽ പറയുന്നു നേഴ്സാണ്, വേറൊരു മീറ്റിംഗിൽ പറയുന്നു സാർ MLM കമ്പനി ചെയ്യും, വേറൊരു മീറ്റിംഗിൽ പറയുന്നു സാർ ഒരു ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ട്രെയിനറാണ്. സാർ ശരിക്കും ആരാ? ക്ലിയർ? സോ അതിനൊരു ക്ലാരിറ്റി ഞാൻ തരുവാണ്. ആക്ച്വലി ഐ ഹാവ് എ ട്രിപ്പിൾ ഡിഗ്രി ആൻഡ് 1 PG. എന്റെ പഠനം SSLCക്ക് ശേഷം പഞ്ചാബിലെ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി വാസ് ഇൻ ഫിലോസഫി ആൻഡ് സൈക്കോളജി. മോശമില്ലാത്ത സൈക്കോളജി എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും. Second degree was in BA English Main, and the third one was in Diploma in Electronics and Telecom Engineering from Delhi University, and the fourth one is 3.5 years GNM, okay, nursing program, and the Masters in English Language. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ഏതാണ് പ്രൊഫഷൻ. ഒരു അമേരിക്കൻ കമ്പനിയിൽ 24 മാസം ചെന്നൈയിൽ വർക്ക് ചെയ്തു, ഫ്ലോർ മാനേജർ. അപ്പം ആക്ച്വലി അതുകൊണ്ട് തന്നെയാണ് എന്റെ അറിവ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? Sir. Yes. Now it is 8:35. 10 minutes to go. Sure. ശ്രദ്ധിക്കുക, എത്രയും പ്രൊഫൈലുള്ള ഈ സ്റ്റീഫൻ സാറ് ഒരു സ്കൂളിന്റെ HM ആയിട്ട് റിട്ടയർ ചെയ്തയാള് ചങ്കൂറ്റത്തോടെ പബ്ലിക് ഫിഗർ ആയിട്ട് നിന്ന് ഇത് ചെയ്യുമ്പോൾ, മനീഷ് ആലപ്പാട് എന്ന് പറയുന്ന എന്റെ ഡിയർ ഫ്രണ്ട് ഇന്ന് ഫുൾ ടൈമർ ആയിട്ട് ഒരു ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്ത് മാസം 90,000 രൂപ ശമ്പളം മേടിക്കുന്നയാള് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താ പുറകോട്ട്? വാട്ട് പുൾസ് യു ഡൗൺ? നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്നുള്ളതാണ് വിഷയം. ഡോണ്ട് വറി, സംസാരിക്കാൻ അറിയുന്നവരെ കൊണ്ടുവന്നാ പോരെ. സംസാരിക്കാൻ അറിയുന്നവരല്ലേ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഓക്കെ, മോഹൻലാലിന്റെ ഡ്രൈവറിന്റെ പേരെന്താ? ആന്റണി പെരുമ്പാവൂർ അല്ലെ? മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് കോടീശ്വരനായ ഒരു മലയാളി ഉണ്ടെങ്കിൽ അത് ആന്റണി പെരുമ്പാവൂരാണ്. അതേ സിസ്റ്റമാ ഹൈറിച്ചിലുള്ളത്. റെജി സാറാണ് നിങ്ങളെ കൊണ്ടുവന്നതെങ്കിൽ സ്നേഹത്തോടെ പറയാണ്, ചന്ദ്രേട്ടാ റെജി സാറിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റും ഇവിടെ. മനസ്സിലായോ? ആന്റണി പെരുമ്പാവൂര് മോഹൻലാലിനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാ ക്യാഷ് മേടിക്കുന്നത്. ചിന്തിക്ക്, കുറച്ചൊന്ന് ചിന്തിക്ക്. ആ ഡ്രൈവറിന് പോലും മൂളയുണ്ട്. നമ്മൾ ഇവിടെ എഞ്ചിനീയറാണ്, ടീച്ചറാണ്, നേഴ്സാണ്, ഡോക്ടറാണ്. സത്യം പറയട്ടെ, കോഴിക്കോട് ആസ്റ്റർ മിംസിലെ ഒരു ഡോക്ടറിന്റെ സാലറിയാണ് കഴിഞ്ഞ മാസം ഞാൻ മേടിച്ചത്. ശരാശരി ആസ്റ്റർ മിംസിന്റെ ഡോക്ടേഴ്സിന്റെ സാലറി 5 lakhs ആണ്. ബാക്കിയുള്ളത് അവര് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുവാണ് ചെയ്യുന്നത്. ആസ്റ്റർ മിംസിൽ കോമൺലി ഒരു മോഡറേറ്റ് സാലറിയാണ്. എക്സ്പേർട്സ് ഉണ്ട് കേട്ടോ, 25 lakhs 50 lakhs ഒക്കെ മേടിക്കുന്നവരുണ്ട്. സീനിയർ മോസ്റ്റ് ന്യൂറോ സർജൻസ് ഒക്കെ, അല്ലെ കാർഡിയാക് സർജൻസ്. ഞാൻ പറയുന്ന ആവറേജ് MBBS കഴിഞ്ഞു, MSO MDO കഴിഞ്ഞിട്ട് ഒരാളുടെ ശമ്പളമാ പറയുന്നത്. 17.5 മാസം കൊണ്ട് ഹൈറിച്ച് എനിക്ക് തന്നു. എന്ത് തന്നു? എന്താ തന്നെ? ഒരു ലീഡിംഗ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിന്റെ സാലറി. ഞാനും മോശക്കാരൊന്നുമല്ല, ലക്ഷർ തന്നെയാണ്. അപ്പൊ മേടിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
Great. And I really respect your time here. And the mic is back to you, Mr. Stephenson, sir. Yes, thank you. Wonderful talk. Wonderful, wonderful. Powerful words. വളരെ നന്നായിട്ട് നമുക്ക് നമ്മുടെ കമ്പനീസിനെ കമ്പയർ ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഹൈറിച്ചിന്റെ ആ പവർ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ജിനിൽ സാറ് വളരെയേറെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താണ് നെറ്റ്വർക്ക്, നെറ്റ്വർക്കിന്റെ പവർ എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോവുകയില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതൊരു നെറ്റ്വർക്കാണ്. അത് എത്ര ബ്രാഞ്ചുകളുണ്ട്? ആ ബ്രാഞ്ചുകളില് എല്ലാം കൂടി നോക്കുമ്പോൾ ഇന്ത്യയിൽ എത്രമാത്രം ബാങ്കുകളുണ്ട്? അതൊരു നെറ്റ്വർക്കാണ്. അതേപോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കോട്ടക്കൽ ആയുർവേദശാലയ്ക്ക് ഇന്ത്യയിൽ ഏകദേശം 3000-ഓളം ബ്രാഞ്ചുകളുണ്ട്, 3000 ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അതും ഒരു നെറ്റ്വർക്കാണ്. നമ്മൾ എവിടെ നോക്കിയാലും ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ അവിടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജിനിൽ സാർ പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സിന്റെ ശമ്പളത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. 15 ലക്ഷം 50 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ടൈം ഫ്രീഡം എന്ന് പറയുന്ന ഒന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ടൈം ഫ്രീഡം ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ നമ്മൾ ഹൈറിച്ചില് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയം, നമുക്ക് നമ്മുടേതായ സമയമെടുത്ത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ബിസിനസ് ചെയ്ത് നമുക്ക് ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നതിൽ, ഇഫ് യുവർ ഇന്റൻഷൻ ഈസ് പവർഫുൾ, നമുക്കൊരു ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നു എങ്കിൽ the universe will arrange people and circumstances around you to achieve the goal. അതിനകത്തൊരു മാജിക്കുമില്ല. നമ്മുടെ ഇന്റൻഷൻ ഒരു ബേണിംഗ് ഇന്റൻഷൻ ആണെങ്കിൽ, ഒരു പവർഫുൾ ഇന്റൻഷൻ ആണെന്ന രീതിയിൽ യൂണിവേഴ്സ് വിൽ റീഅറേഞ്ച്. അതായത് നമ്മളുടെ പ്രവർത്തനം ആ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് അനുകൂലമായി വരും. എന്താണ്? നമ്മുടെ ഇന്റൻഷൻ പവർഫുൾ ആയിരിക്കണം, അത് ബേണിംഗ് ആയിരിക്കണം. അപ്പൊ അതിനകത്ത് വെള്ളം ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞതൊക്കെ തെറ്റും. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമുക്കൊരു പവർഫുൾ ഇന്റൻഷൻ ഉണ്ടാകണം. നമ്മൾക്ക് ഇന്നതൊക്കെ ഇന്ന കാലയളവിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം എന്നൊരു ചിന്ത, അത് നമ്മുടെ ഉള്ളിലേക്ക് തീവ്രമായിട്ട് പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതൊരു എംബറായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഏത് വിജയവും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. യു മസ്റ്റ് ഹാവ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ആൻഡ് മസ്റ്റ് ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ തീവ്രമായിട്ട് കോൺഫിഡന്റ് ആണ് എങ്കിൽ യു ക്യാൻ വിൻ എനിത്തിങ്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു.